ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് ലോകത്ത് ഇന്നും മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികളിൽ ഒന്ന് തന്നെയാണ് മൈക്രോസോഫ്റ്റ് എന്നത്. അതായത് ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മാണ രംഗത്തായാലും ശരി, മുന്നിൽ തന്നെയാണ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാനം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് OS എന്ന നിലയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്നതും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കമ്പ്യൂട്ടർ OS നിർമ്മാണ രംഗത്ത് നമ്മളിപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമെങ്കിലും മൈക്രോസോഫ്റ്റ് സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്ത് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വിപണിയിൽ വേണ്ടത്ര അല്ലെങ്കിൽ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് മൈക്രോസോഫ്റ്റ്. ഇപ്പോൾ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ രംഗത്ത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് OSഉം നമ്മുടെ ആപ്പിളിന്റെ iOSഉം അതിനൊപ്പം എത്താൻ സാധിക്കാത്തതാണ് ഇതിനുള്ളൊരു മെയിൻ റീസൺ. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, മൊബൈൽ ആപ്പ് നിർമ്മാണ രംഗത്ത് ആൻഡ്രോയിഡിനെയും iOSനെയും പിന്തുണച്ചതുപോലെയുള്ള പിന്തുണ വിൻഡോസ് OSന് ലഭിച്ചിട്ടില്ല എന്ന് കൂടെ പറയാം. വിൻഡോസ് OSൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ പ്രൊഡക്ഷൻ അവസാനിച്ചിട്ട് 3 വർഷം പിന്നിടുമ്പോൾ മൈക്രോസോഫ്റ്റ് പുതിയൊരു സ്മാർട്ട് ഡിവൈസ് പുറത്തിറക്കുകയാണ്. മൈക്രോസോഫ്റ്റ് സർഫസ് ഡുവോ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 സ്ക്രീനുള്ള കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇത്. ഇതിനെ ഒരു ഫോൺ എന്ന് വിളിക്കാൻ മൈക്രോസോഫ്റ്റ് തയ്യാറാവുന്നില്ലെങ്കിലും ഫോൺ വിളിക്കാനും അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കാനും ഇതിലൂടെ സാധ്യമാകും. സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്തേക്കുള്ള മൈക്രോസോഫ്റ്റിന്റെ തിരിച്ചുവരവാണോ ഇത് എന്ന കാര്യം വ്യക്തമല്ല. അതുപോലെ തന്നെ കൊണ്ടു നടക്കാവുന്ന, മടക്കി വയ്ക്കാവുന്ന 2 സ്ക്രീനുള്ള കമ്പ്യൂട്ടർ ഡിവൈസ് എന്നാണ് സർഫസ് ഡുവോയെ കമ്പനി വിശേഷിപ്പിക്കുന്നത്. മടക്കി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡിവൈസ് ആണെങ്കിലും സാംസങ് ഗാലക്സി ഫോൾഡിൽ ഉള്ളതുപോലെ അതൊരു ഫോൾഡബിൾ സ്ക്രീൻ അല്ല ഇതിനുള്ളത്. ഇതിൽ 5.6 ഇഞ്ചസ് വലിപ്പമുള്ള 2 സ്ക്രീനാണ് ഇതിനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ആൻഡ്രോയിഡ് OSൽ പ്രവർത്തിക്കുന്ന ഡിവൈസാണ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം സാധാരണ എല്ലാവരുടെയും മനസ്സിൽ വരെ ഇതൊരു വിൻഡോസ് OSൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് ആയിരിക്കും എന്നതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആപ്ലിക്കേഷനുകൾ ആൻഡ്രോയിഡ് OSൽ ലഭ്യമാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു ഡിവൈസിൽ ആൻഡ്രോയിഡ് OS ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മൈക്രോസോഫ്റ്റ് അധികൃതർ പറയുന്നത്. എന്ത് തന്നെയായാലും ഇതുവരെ ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയും ഡിസൈൻ ചെയ്യാത്ത തരത്തിലാണ് മൈക്രോസോഫ്റ്റ് സർഫസ് ഡുവോയുടെ ഡിസൈൻ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ Type-C പോർട്ടാണ് ഇതിനുള്ളത്. ഫിംഗർ പ്രിന്റ് സെൻസറും അവൈലബിൾ ആണ്. ഇതൊരു ഡ്യുവൽ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് കുറച്ചുകൂടെ മികച്ചതായിരിക്കും എന്ന് വേണം പറയാൻ. പിന്നെ ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സ്ക്രീനിന്റെ ഒരു ഭാഗം ജോയ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു മൈക്രോസോഫ്റ്റ് സർഫസ് ഡുവോ എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഡിവൈസ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്നത്തെയും പോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.